നല്ല ആളാ, പറയാതെ എണീറ്റ് പോകുന്നില്ലേ. ഞാൻ കാപ്പി കൊണ്ട് വന്നപ്പോ ആളില്ല. എന്തുമ്പോൾ അവിടെ എല്ലാം തിരക്കി നടക്കണുണ്ടോ? വാസു, കയറ് പൊട്ടിക്കല്ലേ. വാസുവിനെ മുതലാളി വിളിക്കുന്നു. മുതലാളി എന്നെ വിളിച്ചത്? വാസു ഇന്നലെ റാട്ടുപുരയിലല്ലേ കിടന്നത്? അല്ല. പിന്നെ എവിടെയായിരുന്നു? സുമതിയുടെ വീടിന്റെ തിണ്ണയിൽ. വാസു, ഓ, എന്തു പറ്റി? മുഖത്തൊരു പാട്. ഇന്നലെ ഒന്ന് വീണു. എന്നെ വിളിക്കൊന്നും വേണ്ട. ഇന്നലെ ചായക്കടയിൽ തല്ലുണ്ടാക്കിയിട്ടല്ലേ? ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത്? ഒരുത്തരം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട്. ആ റാട്ടുപുരയിലെ ജോലി. അവനെ ഇവിടുത്തെ രാജാവാന്ന് നോക്കിയ. എന്നാലും നിങ്ങളെ 2-3 പേരെ ഒറ്റയ്ക്ക് തല്ലി ഓടിച്ചപ്പോ എന്തായിരിക്കും അവന്റെ കരുത്ത്? എനിക്ക് അയാളെ ഒന്ന് കാണണം. താമസിയാതെ കാണിച്ചു തരാം. അവനെയല്ല, അവന്റെ ശവത്തെ. വാശിയുണ്ട്. മാമ വീട്ടിലേക്ക് വരുന്നില്ലേ? മാമ വരുന്നു. വന്നല്ലേ ഞാൻ ചോറുന്നു. മോള് പൊക്കോ, മാമ വരാം. എടി പെണ്ണെ, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. മര്യാദയ്ക്ക് ചോറിനടി. ഞാൻ ഒന്നുമില്ല. ഞാൻ മാമനെ വിളിച്ചപ്പോ അമ്മയും വിളിച്ചിരുന്നേ മാമൻ വന്നേനെ. അങ്ങേര് നിന്റെ ആരാ? മാമൻ. ഹായ്, മാമൻ വന്നു, മാമൻ വന്നു. വാസോട്ടം വരാൻ കാത്തിരിക്കുകയായിരുന്നു. മോള് ചോറുണ്ണേ. മോളുണ്ടോളൂ. മാമ ഊണ് ഇഷ്ട വന്നത്. പറ്റൂല, മാമനുണ്ടല്ലേ ഞാനും ഉണ്ണു. ഈ പെണ്ണ് വലിയ വാശിക്കാരിയാണ്. അല്പം ഉണ്ടോളൂ വാസോട്ട. മോൾ ആദ്യം ഉണ്ട്, എന്നിട്ട് മാമുണ്ട്. ഇന്നാ പാല്. വാസുവിനല്ലേ പേര്? അതെ. എന്നെ അറിയാമോ? ഞാൻ ഗോപാലന്റെ ഭാര്യയാണ്. ഓഹോ. വാസുവേട്ടൻ എന്താ വീട്ടിലേക്കൊന്ന് വരാഞ്ഞത്? വരാം. നിൽക്കൂ. എന്താ അത്ര ധൃതി? എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എനിക്കിഷ്ടമായി. ഇന്ന് വൈകിട്ട് ഞാൻ കാത്തിരിക്കാം. നിനക്ക് ആളെ തെറ്റി. ഗോപാലൻ നല്ലവനായിപ്പോയി. അല്ലെങ്കിൽ അടിച്ചിന്റെ കരം വിട്ട് പിടിച്ചേന. 2 2 4 4 2 6. മോളെ, മാമന്റെ ഷർട്ട് എവിടെ? അമ്മ അലക്കുന്നു. മാമന് കടമ്പതി അറിയാവോ? ഇല്ലല്ലോ മോളെ. അയ്യേ, ഇത്ര വലിയ ആളായിട്ട് അറിഞ്ഞൂടെ? ശരി, മോള് ചോദിക്കേ, മാമൻ പറയാൻ നോക്കട്ടെ. നെറ്റില്ല, വട്ടയില്ല. എന്താ? എന്റെ തല. അയ്യേ, മാമൻ തോറ്റേ. പപ്പടം. അമ്മ കറമ്പി, മോള് വിളുമ്പി, മോടെ മോളൊരു സുന്ദരിക്കോത. ചോണ എന്റെ പറ. അത് എന്റെ അമ്മ.
എന്താ വാസു, കായൽ വിലയ്ക്ക് വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഗോപാലനെന്താ പതിവില്ലാതെ ഈ സമയത്ത് പാൽ കൊടുക്കാനൊന്നും പോയില്ലേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്. വാസു സുമതിയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? വാസുവിന് സുമതിയെ കല്യാണം കഴിച്ചൂടെ? ഒരു കുട്ടി അവൾക്കുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിലും അവൾ നല്ലവളാണ്. ഒന്നുമില്ല മോളെ, കൂട്ടാന് എരിവ് കൂടുതലാ. എരിവ് കൂടിയ എല്ലാരും ചിരിക്കുകയോ ചെയ്യാ, കരയല്ലേ? മോള് ചോറുണ്ടോ? അതുകൊണ്ട് ഇതാണ് നമ്മുടെ റാട്ടുപുര. വേറെ നല്ല ബിസിനസ്സുകളുള്ളപ്പോൾ അച്ഛൻ ഇതിനെ കയറുപിരി നടത്തുന്നത്? മോനെ, ഇന്ന് നമുക്കുള്ള വമ്പിച്ച സ്വത്തിന്റെ അസ്ഥിവാരം ഈ തൊണ്ടും കയറുമാണ്. എന്നാലും ഒന്ന് പരിഷ്കരിച്ചുകൂടെ? രമേശ്, ഇടയ്ക്ക് നിന്നതുകൊണ്ടാണ് കയറ് പൊട്ടിപ്പോയത്. അതാണ് നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലം. അവിടെ എന്റെ പുതിയ മെഷീൻ ഇട്ടിട്ടുണ്ട്. 57 പേര്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. യാത്രാക്ഷീണമായിരിക്കും. വാ. വാസു, വൈകുന്നേരം വീട് വരെന്ന് വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി മലയാളി. ഇതാണ് എന്റെ മകൻ രമേശ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അമ്മേ,
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വാസുവിനോട് വരാൻ പറഞ്ഞത്. എന്താ കാര്യം മുതലാളി? വാസു ഒറ്റയ്ക്കല്ലേ? നീ ആ സുമതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവൾക്കൊരു സഹായമായിരിക്കും. വാസു എന്താ ഒന്നും മിണ്ടാത്തത്? പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അത് ഞാൻ ആലോചിച്ച് പറയാം മുതലാളി. രമേഷ് പൊയ്ക്കോളൂ. ബിന്ദു രമേഷിന്റെ കുഞ്ഞു തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ കാണണ്ട. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ സ്മൃതി. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്നോട് അല്പമെങ്കിലും സഹതാപം കാണിച്ചുകൂടെ? രമേഷ് സഹതാപം അർഹിക്കുന്നില്ല. അന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് മധുരമായിരുന്നു. ചെയ്തതോ നിങ്ങൾക്ക് പിശാചിന്റെ മനസ്സാണ്. സുമതിയുടെ വാക്കുകൾ കുത്തിക്കയറുന്ന എന്റെ ഹൃദയത്തെയാണ്. രമേശിന് ഹൃദയമുണ്ടോ? സുമതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തെറ്റെന്റേതാണല്ലോ. പക്ഷെ ഇനിയെങ്കിലും സുമതിയും കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണണമെന്ന് 7 കൊല്ലം വരെ തോന്നിയില്ലല്ലോ. സുമതി പ്ലീസ്. കോളേജിൽ പഠിച്ച് ഞാൻ ഇന്ന് ജീവിക്കാൻ കയറി വിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ബിന്ദുവിനെ നോക്കി ഞാൻ പൊട്ടിക്കരയാറുണ്ട്. രമേശിന് അറിയാമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഉപദ്രവിക്കാതെ പോകൂ, ദയവ് ചെയ്ത് പോകൂ. മുതലാളി എന്തിനാ വിളിപ്പിച്ചത്? ഒരു കല്യാണക്കാര്യം പറയാം. ആരുടെ? നിന്റെ. എന്റെയോ? അതെ. ആരുമായിട്ട്? അത് പറയാറായിട്ടില്ല. എന്തോ മോളി വന്നേ? എന്തിനാ? ആ ഒരു കാര്യം പറയാനാ. ഇപ്പൊ പറയണ്ട. അയ്യോ എന്റെ പൊന്നാശാന്, ആ കാര്യം അങ്ങ് വീട്ട്. ആ വാസു മഹാപേശക. പേടിയാവുന്നു? പേടിയാ എനിക്കാ? അത് കൊള്ളാം. ദൈവം തമ്പറ എനിക്ക് 2 കാലം, അതിന് നല്ല ആരോഗ്യമുണ്ട്. എന്തിനാണ്? ഓടാൻ അസലായിട്ട് ഓടും. ധർമ്മ നീ കണ്ടോ, അവന്റെ കുടല് ഞാൻ എടുക്കും. ആശാന് കുടൽമാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം വല്ല ആടിന്റെയും കുടൽമാല. ഇന്ന മോളെ ചോക്ലേറ്റ്. എനിക്ക് വേണ്ട. എന്താ? വാസുമാവൻ തന്നാലേ ഞാൻ വാങ്ങിക്കൂ. അപ്പോ ഞാൻ തന്നാ വാങ്ങിക്കില്ലല്ലേ? മോൾ സ്കൂളിലേക്കല്ലേ? ഞാൻ കാറി കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം.